അധ്യക്ഷവേദിയിലെ ആദരണീയരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ കലുഷിതമായൊരു വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലാണ് വിദ്യാഭ്യാസ സമിതി എന്നുള്ള പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമിതികൾ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവയും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ വെല്ലുവിളികളെ നേരിടുന്നതിനായി വിദ്യാഭ്യാസ സംബന്ധിയായ പ്രവർത്തനം നടത്തുന്ന എല്ലാ സംഘടനകളും അതിനോട് കുറഞ്ഞ താല്പര്യം പ്രകടിപ്പിക്കുന്ന മറ്റു സംഘടനകളും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു വേദി ഉണ്ടാകണം എന്നുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമിതിയുടെ കൊല്ലം ജില്ലാ ഘടകത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഈ കലുഷിതമായ സാഹചര്യം, അതിൻ്റെ പല സൂചനകൾ ഇപ്പോൾ തന്നെ നമ്മളുടെ മുമ്പിലുണ്ട്. ഇന്ന് ഒരു കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, അവർ പ്രഭാത് പട്നായിക് ചെയർമാനായിട്ടുള്ള ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മീഷൻ പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മോഡൽ സിലബസ് എന്നുള്ള പേരിൽ പാഠപുസ്തകങ്ങൾ, മോഡൽ സിലബസും പാഠപുസ്തകങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുക. ഈ പാഠപുസ്തകങ്ങൾ അത് കിട്ടിയിടത്തോളം കൊണ്ട് തന്നെ വളരെ പ്രകടമായ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ, അതിൻ്റെ വളരെ വികലമായ ചില സങ്കല്പങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ പരിശോധിച്ചിട്ട് അവയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് ഈ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ച്, കരിക്കുലത്തെ സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നതിനുമായിട്ടാണ് ഇപ്പോൾ ഈ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ അയൂബ് സാറിൻ്റെ സ്ഥാപനമടക്കം ഉള്ള 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ സുപ്രീം കോടതിയിൽ വെല്ലുവിളിക്കപ്പെടുകയും അതിനെ തുടർന്ന് സുപ്രീം കോടതി തന്നെ നേരിട്ട് ഒരു മുൻ സുപ്രീം കോടതി ജസ്റ്റിസിന്റെ സേവനം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രകടമായിട്ടും ഇതുവരെ സെർച്ച് കമ്മിറ്റികൾ, പ്രത്യേകിച്ച് വൈസ് ചാൻസലർമാരുടെയും മറ്റും സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെതാണ്. ഗവൺമെൻറ്റാണിത് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇക്കാര്യം ചെയ്യാനുള്ള അവകാശം ചാൻസലർക്കാണ്, ചാൻസലർ എന്നുള്ള ഗവർണർക്കാണ് എന്നാണ് പറയാറുള്ളത്. പക്ഷെ കഴിഞ്ഞ ഇത്തവണയുമായിട്ട് ഗവർണർമാർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും, അവർ രണ്ടുപേരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാൻസലർ എന്ന് പറയുന്ന പദവി അതൊരു സ്വയം നിക്ഷിപ്തമായ ഒരു പദവിയാണെന്നും അത് ഗവർണർ എന്നതായതുകൊണ്ട് മാത്രമല്ല അവർ ചാൻസലർ ആയതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഈ പദവി അനുസരിച്ച് വൈസ് ചാൻസലറിനെ നിയമിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ചാൻസലറി നിക്ഷിപ്തമാണെന്നും വാദിച്ചുകൊണ്ട് അവരിപ്പോൾ
അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി തടയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ പൂർണ്ണമായി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം കൊടുക്കാമെന്നുള്ള നിർദ്ദേശത്തിലേക്ക് നീങ്ങിയിട്ടില്ല. പക്ഷേ ചാൻസലർ, ഗവർണർക്ക് ഈ അധികാരം സ്വയമേവ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അത് ഗവർണർമാരുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള നയപരിപ്രേക്ഷണത്തിന് ഏറ്റൊരു തിരിച്ചടിയായിട്ട് തന്നെ നമ്മൾ കാണുന്നു. ഇതെല്ലാം കൂടാതെ മറ്റ് നിരവധി മേഖലകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുക. അതിലൊരു പക്ഷേ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു സംഗതി സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുറച്ചു കാലമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണത്. അവിടെ അതിന്റെ ഭാഗമായിട്ടാണ് സർവശിക്ഷ അഭിയാൻ എന്നുള്ള പേരിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിശീലന, അതുപോലെ തന്നെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു പദ്ധതി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായി ഒരു പക്ഷേ കേരളമായിരിക്കും അതിലേറ്റവും നന്നായി ഈ പറയുന്ന പ്രവർത്തനം നടത്തിയ ഒരു സംസ്ഥാനം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഇത് മറ്റൊരു പദ്ധതി, PM ശ്രീ എന്നുള്ള പേരുള്ള ഒരു പദ്ധതി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മുമ്പ് ഉണ്ടാക്കിയിരുന്ന പ്രധാനമായിട്ട് കേരള ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ കാര്യമായിട്ടുള്ളൊരു ഇടപെടൽ സാധ്യത ഉണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിൽ പോലും സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നതിന് ഏതാണ്ട് ഒന്നടങ്കം അട്ടിമറിച്ച് അത് PM ശ്രീയുടെ കീഴിൽ കൊണ്ടുവരികയും അങ്ങനെ യഥാർത്ഥത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ തലം എന്ന് പറയുന്നത് പതുക്കെ അതിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടുത്താനുമുള്ള ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. ഇതെല്ലാം കൂടാതെയാണ് NCERTയുടെ ലേണിംഗ് ഔട്ട്കത്തിന്റെ, അത് പഠന ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കണമെന്നുള്ള നിബന്ധന ഇപ്പോൾ SCERTക്ക് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തയ്യാറാക്കാത്ത പാഠപുസ്തകങ്ങൾക്ക് അവയ്ക്ക് യഥാർത്ഥത്തിലുള്ള അംഗീകാരം പോലും പ്രശ്നമാകുന്നൊരവസ്ഥ നീങ്ങിയിരിക്കുക. മുമ്പ് പറഞ്ഞ മോഡൽ പാഠപുസ്തകങ്ങൾ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് UGCയുടെ നിബന്ധനകൾ, വീണ്ടും UGC എത്രമാത്രം ഈ നിബന്ധനകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളവരാണ് എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തർക്കമുണ്ട്. പക്ഷെ UGC കഴിഞ്ഞ 5-6 വർഷമായി തുടർച്ചയായിട്ട് തന്നെ അവരേതാണ്ട് സർവകലാശാലകളുടെയും കോളേജുകളുടെ ഒക്കെ തന്നെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന, അതിനെ അവരുടെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു വരിക. യഥാർത്ഥത്തിൽ UGC ചട്ടങ്ങൾ, ഈ ചട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊന്നാണ്. കാരണം UGCക്ക് യഥാർത്ഥത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവരുടെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് അതൊക്കെ തന്നെ UGCയുടെ ആക്ട് അനുസരിച്ചുള്ള റെഗുലേഷൻസ് ആണ്. അപ്പൊ UGCയുടെ ആക്ട് എന്ന് പറയുന്നത് അതൊരു ഗ്രാൻസ് കമ്മീഷനാണ്, ഒരു ഫൈനാൻസ് നിയന്ത്രിക്കുന്ന, ഫൈനാൻസ് നൽകുന്ന ഒരു കമ്മീഷൻ ആയിരുന്നു. അതിന്റെ റെഗുലേഷൻസും അതിനെ സംബന്ധിച്ചുള്ളവയാണ്. പക്ഷെ ക്രമേണ സംഭവിച്ചത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്നത്, UGCക്ക് ആദ്യം 1990കളിൽ മോഡൽ സിലബസും കരിക്കുലം ഉണ്ടാക്കാനുള്ള ഒരു അവകാശം നൽകിയിരുന്നു. പക്ഷെ അത് സ്വീകരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സർവകലാശാലകൾക്കുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അതും മാറി, അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം മാറി.
ഇന്ന് ഏതാണ്ട് സർവകലാശാലകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് UGCയുടെ കയ്യിലേക്ക് വരുന്നൊരവസ്ഥ വന്നിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് 2005 ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു കേന്ദ്രീകൃത ഏജൻസി സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം 2005 തന്നെ അന്നത്തെ നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് വിളിക്കുന്ന സാം പിത്രോദയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അതിനെ നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. പിന്നീട് UPA ഗവൺമെന്റും, അതായത് കോൺഗ്രസിന്റെ UPA ഗവൺമെന്റും അവര് ഈ പറയുന്ന നിർദ്ദേശം നടപ്പിലാക്കാനായിട്ട് അവരൊരു ഏതാണ്ടൊരു ധാരണയിലേക്ക് എത്തി. ഒരു നാഷണൽ കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കപ്പെട്ടു. ഇപ്പോൾ അങ്ങനെയുള്ള അത് വീണ്ടും പ്രത്യേകിച്ച് പുതിയ മോദി സർക്കാർ വന്നതിന് ശേഷം TSR സുബ്രഹ്മണ്യം കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടും അതിനു മുമ്പ് വന്ന കസ്തൂരിരംഗന്റെ റിപ്പോർട്ട് പരിസ്ഥിതി സംബന്ധിച്ചല്ല, അത് ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച റിപ്പോർട്ടുണ്ട്. ഇപ്പൊ TSR സുബ്രഹ്മണ്യം കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗന്റെ റിപ്പോർട്ടും രണ്ടും പ്രധാനമന്ത്രിക്ക് മാത്രം അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഏജൻസിക്ക്, അത് പാർലമെന്റിനോട് പോലും അക്കൗണ്ടബിൾ അല്ല, ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ നൽകണം എന്നുള്ള നിർദ്ദേശം വരെ മുന്നോട്ട് വെച്ചു. ഏതായാലും അത് ഇതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പ്രായോഗിക തലം എന്ന് പറയുന്ന അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ്. നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു കമ്മീഷന്റെ നിയമനത്തിലുണ്ട്. അതുകൊണ്ട് അവരതിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷെ അതിന് പകരം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനെ ഏതാണ്ട് തത്തുല്യമായൊരു സമിതിയാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേന്ദ്രീകരണം എന്ന് പറയുന്നത്, അമിതാധികാരപരമായ കേന്ദ്രീകരണം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും രണ്ടിലും ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ്. ഈ കേന്ദ്രീകരണത്തിനൊരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു 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 ഒറ്റപ്പെട്ടൊരു സംഗതി മാത്രമല്ല. പലതരത്തിൽ കേന്ദ്രീകരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ കേന്ദ്രീകരണത്തിന്റെ പല രൂപങ്ങൾ ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രീകരണം എന്ന് പറയുന്നത് നടപ്പിലാക്കപ്പെടുമ്പോൾ ആ കേന്ദ്രീകരണത്തിന്റെ ഇന്നത്തെ മോദി സർക്കാരിന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഹിന്ദുത്വ മത രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേന്ദ്രീകരണമാണ്. സ്വാഭാവികമായിട്ടും ഹിന്ദുത്വ മതരാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആശയ സംഹിതയാക്കി മാറ്റി നമ്മളുടെ സിലബസിന്റെയും കരിക്കുലത്തിലേക്ക് കൊണ്ടുവന്ന്, പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവന്ന് അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അജണ്ടയാക്കി ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ഡിബേറ്റൊക്കെ നമ്മൾ കാണിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസം സംബന്ധിച്ച് PM ശ്രീയുടെ കാര്യത്തിലും ഒക്കെ നടക്കുന്നത് ഈ പറയുന്ന കേന്ദ്രീകരണത്തിന്റെ ഭാഗമാണ്. ഏറ്റവും പ്രധാനമായിട്ട് അതിനോടൊപ്പം തന്നെ ഈ പരീക്ഷകളെ കേന്ദ്രീകരിച്ചുള്ള ലേണിംഗ് ഔട്ട്കം എന്നൊക്കെ വിളിക്കുന്ന പരീക്ഷകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിദ്യാർത്ഥി ബാധ്യസ്ഥനാകുന്നതുകൊണ്ട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഹിന്ദുത്വപരമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ പഠിക്കാൻ ജയിക്കാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനും A+ കിട്ടാനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്നൊരു ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ആശയ സംഹിതകൾ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികത എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരികയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഹിന്ദുത്വ മതരാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തമായ അജണ്ടയാണ്. മുസ്ലിം വിരോധവും ന്യൂനപക്ഷ വിരോധവും
എന്ന് പറയുന്നത് ശക്തമായ മതരാഷ്ട്രീയത്തിന്റെ അജണ്ടയാണ്. ഇപ്പോൾ തന്നെ നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന്, ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളും യഥാർത്ഥത്തിൽ മുഴുവൻ തുടച്ചു നിൽക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. മുസ്ലിം ഭരണാധികാരികളെ സംബന്ധിച്ച് ഭാഗങ്ങളൊക്കെ തന്നെ തുടച്ചു നിൽക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ദേശീയ സമരങ്ങളുടെ കാലഘട്ടം വരുമ്പോൾ അതിലെ മുസ്ലിം പങ്കാളിത്തത്തെ ഇതുപോലെ തന്നെ തുടച്ചു നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ മുസ്ലിം വിരോധം എന്ന് പറയുന്നത് മുസ്ലിമിനൊരു വിദേശിയായിട്ട് കാണുകയും മുസ്ലിം വിരോധം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ശക്തമായിട്ടുള്ള രൂപമായി നമ്മുടെ ഒരു ദേശീയതയുടെ, ഹൈന്ദവ ദേശീയതയുടെ രൂപമായി വ്യാഖ്യാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം കുട്ടികളെ അത്തരത്തിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ രക്ഷിതാക്കൾ പോലും ഈ കുട്ടിക്ക് പാസ്സാവണം എന്നുള്ളതുകൊണ്ടും അവർ പഠിക്കണമെന്നുള്ളതുകൊണ്ടും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ തന്നെ അത് സ്വീകരിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അവിടെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം അന്തിമമായി വിജയം കാണുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഹിന്ദുത്വ മതരാഷ്ട്രീയം അന്തിമമായിട്ട് വിജയം കാണുന്നത് അവരുടെ അമിതാധികാര പ്രവണത എന്ന് പറയുന്ന ഇത്തരത്തിലേക്ക് മാറിയിട്ട് അത് നമ്മൾ ഒരു സാധാരണ മട്ടിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളതിനെ കാണുമ്പോഴാണ്. ഇപ്പോൾ ഗാന്ധിക്ക് മുകളിൽ സവർക്കറിനെ പ്രതിഷ്ഠിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. തന്നെ അതിനോടൊന്നും വലിയ പ്രതികരണവും നമ്മളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. സവർക്കർ ആരാണ്? സവർക്കറിന്റെ നിങ്ങളുടെ ദേശീയ പാഠപുസ്തകങ്ങൾ, ഞാൻ പറയുന്ന ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളല്ല, ഏത് പാഠപുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ തന്നെ VD സവർക്കറിന്റെ റോൾ എന്തായിട്ടാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് റോളാണ്. VD സവർക്കറിനെ പൂർണ്ണമായിട്ടും ഒന്നും തന്നെ ഇല്ലാന്നും പറഞ്ഞിട്ടൊന്നുമില്ല. VD സവർക്കർ എന്ന് പറയുന്നയാള് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഒരു ഹിന്ദു മഹാസഭയുടെ നേതാവായിട്ട്, അതിനു മുമ്പ് ഇന്ത്യ ഹൗസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ലണ്ടനിലുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു പ്രവർത്തകനായിട്ട്, അദ്ദേഹം പിന്നീട് അതിന്റെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ആൻഡമാൻ ജയിലിൽ കിടന്ന ഒരാളായിട്ട്, അവിടെ നിന്ന് അദ്ദേഹം മാപ്പെഴുതി കൊടുത്ത് തിരിച്ചു വന്ന ഒരാളായിട്ട്, ഇങ്ങനെയുള്ള ഒരു ചിത്രം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അങ്ങനെയുള്ളൊരു ചിത്രം നിലവിലിരിക്കത്തിന് മഹാത്മാഗാന്ധി ആരാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ചിത്രം നിലവിലിരിക്കെ തന്നെയാണ് ഇനിയൊരു പുതിയൊരു തലമുറ ഈ ചിത്രം മുഴുവനും അറിയില്ലാത്ത, ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ഒരു തലമുറ. ആ തലമുറ യഥാർത്ഥത്തിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിനാണ് ഇവിടെ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന് മുഴുവനും ഭാഗധേയം നിർണയിക്കാൻ കഴിഞ്ഞത് എന്നുള്ള മട്ടിലും മറ്റുള്ള ഒരു ഒരു ചരിത്ര നിർമ്മാണം എന്ന് പറയുന്ന അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ, അത് പാഠപുസ്തകങ്ങളുടെ ഭാഗമായി തീരുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ ചരിത്രബോധമാണ് നമ്മളുടെ കുട്ടികൾക്കുണ്ടാവുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ചരിത്രത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. ചരിത്രത്തിന്റെ മാത്രം പ്രശ്നമല്ലത്. അതുകൂടാതെ നമ്മളുടെ പ്രാചീന ഇന്ത്യയിലുള്ള ധാർമ്മിക ആശയ സംഹിതകൾ, മനുസ്മൃതി, അല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങൾ, അല്ലെങ്കിൽ വേദങ്ങൾ, അവയിലുള്ള പ്രധാനപ്പെട്ട മന്ത്രങ്ങളുടെ രൂപങ്ങൾ തുടങ്ങിയെക്കുറിച്ച് ഇന്ന് ശാസ്ത്രീയമായി കണ്ടെത്തപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നമ്മളാരും ഇവിടെ പറയുന്നില്ല അതൊന്നും ഉണ്ടായിട്ടില്ല എന്നോ അങ്ങനെയുള്ള സംഗതി നിലനിന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷെ അവയുടെയൊക്കെ തന്നെ ചാതുർവർണ്ണ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹ രൂപത്തിന്റെ ഇന്ന് നാം കഴിഞ്ഞ 200 വർഷങ്ങൾക്കിടയിൽ പൂർണ്ണമായി നിരാകരിച്ചു കഴിഞ്ഞ, അതിന് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞ നമ്മളുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല നമ്മളുടെ മൊത്തം സാമൂഹ്യ ജീവിതത്തിൽ തന്നെ നമ്മൾ പതുക്കെ ഇല്ലാതാക്കിയ അത്തരത്തിലുള്ള ആശയ സംഹിതകൾ വീണ്ടും ഒരു സ്വാഭാവികമായിട്ടുള്ള പഠന സാമഗ്രി എന്നുള്ള രീതിയിലേക്ക് നമ്മളത് ഇവിടെ കൊണ്ടുവരുമ്പോൾ, അത് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ, അതാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലേ? അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലേ? ഇന്ത്യൻ സയൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ സയൻസിനെ കുറിച്ചോ ഗണിതശാസ്ത്രത്തെ കുറിച്ചും ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും പ്രാചീന കാലത്ത് ഗണിതത്തിലും സയൻസിലും സംഭാവന ചെയ്തിട്ടുള്ളവരാണ്.
അത് സംഭാവനകൾ പലതും പിൽക്കാലത്ത് അവ തെറ്റാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, അവയെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്, പുതിയ നിഗമനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പുതിയ നിഗമനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ, അതേ സമയത്ത് തന്നെ നമ്മളോട് പാഠപുസ്തകങ്ങൾ നമ്മളോട് പറയുകയാണ്, അതായത് ഇപ്പറഞ്ഞ രീതിയിൽ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മളിവിടെ എന്താ പറയണ്ടേ, ബാലിസ്റ്റിക് മിസൈലിൻ്റെയോ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെയോ ആറ്റം ബോംബിൻ്റെയോ ഒക്കെ തന്നെ ടിഷ്യൂ കൾച്ചറിൻ്റെയോ ഒക്കെ തന്നെ പാരമ്പര്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുമ്പോൾ അതിലുള്ള അസംബന്ധം ഇന്ന് നമുക്ക് മനസ്സിലാവും അസംബന്ധമാണെന്നുള്ളൂ. പക്ഷെ അസംബന്ധം തിരിച്ചറിയാൻ കഴിയാത്തൊരു തലമുറ നാളെ നിങ്ങളുടെ മുമ്പിൽ വളർന്നു വരികയാണെങ്കിൽ അത് എത്രമാത്രം ശരിയാണ്, എത്രമാത്രം നമുക്ക് യോജിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വെല്ലുവിളി, നമ്മളിപ്പോൾ കാണുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ളതാണ്. അത് കേവലമായിട്ടുള്ള ചില പാഠപുസ്തകങ്ങളുടെയോ അല്ലെങ്കിൽ ചില വൈസ് ചാൻസലർമാരുടെ നിയമനത്തിന്റെയോ മാത്രം പ്രശ്നമല്ല. അത് യഥാർത്ഥത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ സംഹിതകൾ മുഴുവൻ തകർക്കുന്നതിന്റെ പ്രശ്നം. ഇതെല്ലാം കൂടാതെ മറ്റൊരു കാര്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് കേരളം എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ നേട്ടങ്ങൾ കൈവരിച്ചത്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ എന്ന് പറയുന്നത് നവോത്ഥാനത്തിലൂടെയും ദേശീയ പ്രസ്ഥാനത്തിലൂടെയും പിന്നീട് വന്ന വലിയ മാറ്റങ്ങളിലൂടെ ഉണ്ടായി വന്നു. അതായത് ഈ പറയുന്ന സവർക്കറിന്റെയും മറ്റു കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടുത്തെ ദേശീയ സമരങ്ങളിലൂടെ സവർക്കറൊന്നും ഇല്ലാതെ, അത്തരത്തിലുള്ള ആളുകളുടെ സ്വാധീനമില്ലാതെ, അങ്ങനെ RSSന്റെ ഒരു പൊടി പോലും ഇല്ലാതെ നമുക്കിവിടെ ശക്തമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു. നമ്മൾ ആലോചിക്കും, അങ്ങനെ ആരുമില്ലാതെയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. നമ്മളുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ഒരിക്കലും ഹിന്ദുത്വവാദികളായിരുന്നില്ല ആരും. നമ്മളിവിടെ വ്യക്തമായിട്ട് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്വാമിജിമാരൊക്കെ ഉണ്ട്, സന്യാസിമാരുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നാരായണ ഗുരുവിനെ പറ്റി നമ്മൾ പറയും, ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി പറയും, ആനന്ദ തീർത്ഥനെ പറ്റി പറയും, മറ്റു നിരവധി പേരെ പറ്റി നമ്മൾ പറയും. പക്ഷെ ഇവരാരും തന്നെ ഹിന്ദുത്വ വർഗീയവാദികളല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ശക്തരായിട്ടുള്ള, അതുപോലെ തന്നെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചിന്തകരെ കുറിച്ച്, വ്യക്തിത്വങ്ങളെ കുറിച്ച്, മറ്റുള്ള ഇത്തരത്തിലുള്ള നിരവധി പേരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അവരൊന്നും തന്നെ നമ്മൾ അറിയുന്നിടത്തോളം ഒരു കേവലമായിട്ടുള്ള ഒരു ഇസ്ലാമിക ഒരു തീവ്രവാദികളല്ല. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഇടയിൽ നമ്മൾ ചാമര കുര്യാക്കോസ് ഏലിയാസ് മുതൽ ഇങ്ങോട്ടുള്ള നിരവധി ആളുകളുടെ പേരുകൾ നമുക്കറിയാം. അവരാരും തന്നെ കേവലമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മറ്റേ ഒരു ആധിപത്യത്തിന്റെ രൂപത്തിന് വേണ്ടി വാദിച്ചവരല്ല. അപ്പോൾ അത് കാണിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാദഗതികളുടെ, ഈ വർഗീയതയുടെ, ഈ പറയുന്ന തീവ്രവാദത്തിന്റെ, മതരാഷ്ട്രീയത്തിന്റെ ഒന്നും തന്നെ സ്വാധീനമില്ലാതെ വളർന്നു വന്നൊരു നവോത്ഥാന പാരമ്പര്യം നമുക്കുണ്ട്. കേരളത്തിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾക്ക്, ഇവിടുത്തെ പുലയർക്ക്, ഇവിടുത്തെ പറയർക്ക്, ഇവിടുത്തെ തീരദേശവാസികൾക്ക്, ഇത്തരത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ പുതിയ തരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നതിന് വേണ്ടി സ്വപ്നം കണ്ട നിരവധി ആളുകളാണ് ഇവിടുത്തെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് സൃഷ്ടിച്ചെടുത്തത്. അതിവിടെ നമ്മുടെ തൊട്ടടുത്ത് നടന്ന ഏറ്റവും വലിയ സമരങ്ങളും നാട്ടിൽ കല്ലുമാല സമരം നടന്ന ഇവിടെ തന്നെയാണ്, കൊല്ലം ജില്ലയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സമരങ്ങളുടെ, ഈ പറയുന്ന മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നവ സൃഷ്ടിക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ നമുക്ക് മതരാഷ്ട്രീയത്തിന്റെ സ്വാധീനം ഇവിടെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്തും ഇതേപോലെ തന്നെ മതനിരപേക്ഷമായ ഒരു സെക്കുലർ ജനാധിപത്യത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിവിടുത്തെ മുന്നേറ്റങ്ങൾ മുഴുവൻ നടന്നു. ഇവിടുത്തെ കോൺഗ്രസ് ആയാലും ശരി, ഇവിടുത്തെ അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗങ്ങളായാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, സോഷ്യലിസ്റ്റുകളായാലും ശരി, ആരായാലും ശരി, അവരെല്ലാവരും കൂടി സൃഷ്ടിച്ചെടുത്തത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള, അടിത്തറയുള്ള, വേരുകളുള്ള ഒരു ജനാധിപത്യ പാരമ്പര്യമാണ്. ഈ ജനാധിപത്യ പാരമ്പര്യം തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ സൃഷ്ടിച്ചത്. ഇവിടെ ആരും പറഞ്ഞിട്ടല്ല, യഥാർത്ഥ ഇത്തരത്തിലുള്ള വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പറയ കുട്ടിക്ക് തരത്തെ പൊലിയ കുട്ടിക്ക് സ്കൂളുകളിൽ ചേരണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്
അതിന് ഉള്ള പ്രസ്ഥാനം നടന്നപ്പോൾ അതിനോട് പ്രതികരിക്കാൻ നിരവധി പേർ തയ്യാറായി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട. അവരോട് അനുകൂലമായി പ്രതികരിക്കാൻ നിരവധി പേർ തയ്യാറായി എന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട. അതുപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടുള്ള സ്ത്രീകൾക്ക്, വിവിധ വിഭാഗങ്ങൾക്ക്, അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുകൂലമായിട്ട് വരാനും ഇവിടുത്തെ മൊത്തം ജനസാമാന്യം തയ്യാറായി എന്നുള്ള കാര്യവും നമ്മളിവിടെ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലുള്ള അടിസ്ഥാന വിഭാഗങ്ങളുടെ മുഴുവനും സമരം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തത്തിൽ ഏറ്റെടുത്ത് നടത്തിയ സമരം. ആ മൊത്തത്തിൽ നടത്തിയ സമരങ്ങളായതുകൊണ്ട് തന്നെയാണ് ചെറിയ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് പരമാവധി കുട്ടികളെ ഏതാണ്ട് 1950 സ്കൂളിലേക്ക് അയക്കാൻ കഴിഞ്ഞു. 1962 കേരളത്തിലുള്ള LP സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ്ട് സാർവത്രികമായി, LP വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമായി മാറിയത് 1972 നമ്മൾ കാണാൻ കഴിയുന്ന ഇന്നിപ്പോൾ സ്കൂളിൽ പ്രവേശിക്കുന്ന അന്നത്തെ കണക്കുകൾ ഇന്ന് സ്കൂളിൽ പ്രവേശിക്കുന്ന 4.5 ലക്ഷം കുട്ടികളുടെ ഏതാണ്ട് ഇരട്ടിയാണ് 1972 സ്കൂളുകളിൽ പ്രവേശിച്ച 8.2 ലക്ഷം. ഈ 8.2 ലക്ഷം ആരാണ്? ഏതു തരത്തിൽപ്പെട്ട കുട്ടികളാണ് സ്കൂളുകളിൽ വന്നത്? ഇവിടുത്തെ കർഷക തൊഴിലാളികളുടെ മക്കൾ, ഇവിടുത്തെ താഴെത്തട്ടുള്ള ജനവിഭാഗങ്ങളുടെ മുഴുവനും മക്കൾ, അവർ മുഴുവൻ സ്കൂളുകളിൽ കടന്നു വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 60-കളിലും 70-കളിലും ആദ്യവും. അങ്ങനെയുള്ള വിഭാഗങ്ങൾ അത്തരത്തിൽ കടന്നു വന്നുകൊണ്ടാണ് നമുക്ക് ഈ വലിയ നേട്ടം എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞത്. അവരെ തന്നെയാണ് 1980-കളിൽ എത്തുമ്പോഴേക്കും ഇതേ വിഭാഗം തന്നെയാണ് നമുക്ക് ഒരു പതുക്കെ കോളേജുകളിൽ. ഞങ്ങളെപ്പോലുള്ള ഈ അധ്യാപകർ എന്ന് വിളിക്കുന്ന ഞാനൊക്കെ ഈ ഷിഫ്റ്റ് വേക്കൻസി എന്ന് പറയുന്ന വേക്കൻസി ഉണ്ടായിരുന്നു. വളരെ അധ്യാപകർക്ക് അറിയാൻ ഞാൻ വിചാരിക്കും. 1979 ആദ്യമായിട്ട് ഷിഫ്റ്റ് വേക്കൻസി എന്ന് പറയുന്ന വേക്കൻസി ഉണ്ട്. കാരണം അന്ന് കുട്ടികളുടെ എണ്ണം പ്രീ ഡിഗ്രി തലത്തിൽ വൻതോതിൽ പെരുകിയത് കൊണ്ട് മിക്കവാറും കോളേജുകളിൽ ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, അങ്ങനെ കൂടുതൽ ഷിഫ്റ്റ് ഏർപ്പെടുത്തേണ്ടി വന്നപ്പോൾ ആക്ച്വലി ഒരുപാട് പോസ്റ്റുകൾ വേക്കൻ്റായിരുന്നു, കൂടുതൽ അധ്യാപകന് വേണ്ടി. അങ്ങനെ കൂടുതൽ അധ്യാപകന് വേണ്ടി വന്നപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള തൊഴിലില്ലാത്ത കുറേ ചെറുപ്പക്കാർക്ക് യഥാർത്ഥത്തിൽ അന്ന് ജോലി കിട്ടി. ഈ ഷിഫ്റ്റ് വേക്കൻസിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജോലി കിട്ടി. അന്ന് ജോലി കിട്ടിയവരൊക്കെ ഏതാണ്ട് മുഴുവൻ റിട്ടയർ ചെയ്യുന്നതായിരിക്കും. ആരുമില്ല എന്നാണ് എന്റെ സംശയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് അന്ന് ഞാൻ ഷിഫ്റ്റ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാൻ. പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ തള്ളലാണ്, ഇങ്ങനെ താഴെ നിന്ന് വരുന്ന ഈ വലിയ തള്ളലാണ്. അവരാണ് ഈ സ്കൂൾ കോളേജുകളിൽ എത്തിയിരിക്കുന്നത്. ഈ കോളേജുകളിൽ എത്തിയിരിക്കുന്ന മുഴുവനും കുട്ടികൾ എന്ന് പറയുന്നത് ഞങ്ങളപ്പോൾ നേരിട്ട് വന്ന മുഴുവൻ കുട്ടികളും സാധാരണ, ഞാനൊക്കെ ഹിസ്റ്ററി അധ്യാപകനായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 50-60% മുഴുവൻ കുട്ടികളും അവിടുത്തെ SC, ST, OBC കുട്ടികൾ, മിക്കവാറും എല്ലാം 70-80%. ബാക്കി കൊള്ളാവുന്ന പിള്ളേരൊക്കെ സയൻസിലും നമ്മള് ഇത്തരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്തെത്തുന്നത്. അപ്പൊ അതൊക്കെ പക്ഷെ ഞങ്ങളവരെ പഠിപ്പിച്ചു. അവർ പലപ്പോഴും കൊള്ളാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതല്ലേ അവർ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ ഒരു തള്ളൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് പുതിയ കോളേജുകൾ നിർമ്മിച്ചത്, കോളേജുകളുടെ എണ്ണം എങ്ങനെയാണ് വർദ്ധിച്ചത്, എങ്ങനെയാണ് ഒരു പുതിയൊരു ഡിമാൻഡ്, ആ പുതിയൊരു ഡിമാൻഡ് എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്, പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്, പുതിയ മേഖലകൾ, ഈ പുതിയ മേഖലകൾക്കുള്ള വലിയൊരു ഡിമാൻഡ് വരുത്തിക്കൊണ്ടുവന്നത് എന്നുള്ളത് കാണാൻ കഴിയും. പലപ്പോഴും ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, അത് പലപ്പോഴും അന്നത്തെ സാഹചര്യത്തിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. മധ്യവർഗ തൊഴിലുകൾക്കുള്ള ഒരു ശ്രമമാണ് നടന്നു വന്നുകൊണ്ട് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, കുറേയൊക്കെ കോമേഴ്സ്, കുറേയൊക്കെ മാനേജ്മെന്റ്, അങ്ങനെയുള്ള കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നു വന്ന മുഴുവനും. ആ ഡിമാൻഡിന്റെ പുറത്താണ് യഥാർത്ഥത്തിൽ പിന്നീട് നടക്കുന്ന വിദ്യാഭ്യാസത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ മുഴുവനുണ്ടായത്. ഞാനവിടെ പറയാൻ ശ്രമിക്കുന്നത് നമ്മളിന്ന് നേരിടുന്ന പ്രശ്നങ്ങളടക്കം കിടക്കുന്നതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പറയുന്ന വലിയൊരു മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായൊരു പ്രക്രിയ. ആ പ്രക്രിയയുടെ ഫലമായിട്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ നമുക്ക് പുതിയ കോഴ്സുകൾ ഉണ്ടാക്കാം, പുതിയ എങ്ങനെ കോളേജുകൾ സൃഷ്ടിക്കാം, പുതിയ സർവകലാശാല ഉണ്ടാക്കണോ വേണ്ടയോ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു ചർച്ച, വലിയൊരു ഡിബേറ്റ്. ആ ഡിബേറ്റ് എന്ന് പറയുന്നത് 80-കളിൽ പഴയ സോമനാഥൻ സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സോമനാഥൻ സാറിന്റെ
അറിയുന്ന കാര്യമാണ്. ജോൺ ഫിലിപ്പ് സാർ ഇവിടെയുണ്ട്, അവർക്കൊക്കെ അറിയുന്ന, അവരിതൊക്കെ പങ്കെടുത്ത ആളുകൾ, സോമാൻ സാറുമായിട്ട് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളെന്നുള്ളതിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അന്നത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു 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 എന്താ പറയണ്ട, ആ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടണോ, അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ശരിയോ തെറ്റോ അതിലേക്ക് ഞാൻ അവിടെ കിടക്കുന്നില്ല. പക്ഷെ അതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സോടെ നടന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ അവിടെ ശ്രദ്ധപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സ് അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കെട്ടണം. അതിനുവേണ്ടി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരണം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരണം, കോളേജുകളുടെ പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരണം, കോളേജുകളുടെ നടത്തിപ്പിൽ മാറ്റങ്ങൾ വരണം. ഇതൊക്കെ തന്നെ അനിവാര്യമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അതെങ്ങനെ വേണമെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചതുർവത്സര വിദ്യാഭ്യാസ പാഠ്യപദ്ധതി മറ്റേ കോഴ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, പുതിയ കോഴ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, പുതിയ കോഴ്സുകൾ എങ്ങനെയാകണമെന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ അതൊക്കെ യൂണിവേഴ്സിറ്റികളും കോളേജുകളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന. അതുപോലെ തന്നെ സ്കൂൾ തലത്തിലുള്ള പാഠ്യപദ്ധതിയിൽ എങ്ങനെയാണ് അതിന്റെ തൊഴിൽ രംഗവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, എങ്ങനെയാണ് സ്കില്ലിങ്ങുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് IT-യുടെ കണ്ടന്റ് എത്രമാത്രം അതിനകത്ത് കൊണ്ടുവരണം. ഞാൻ പറയുന്ന ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മളൊക്കെ കൂടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ മുഴുവനും ഉണ്ടാകുന്നത് കേരളത്തിൽ ഇന്ന് വളർന്നു വന്നിട്ടുള്ള, യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഏറ്റവും അടിത്തട്ടിക്കിടക്കുന്ന സാധാരണക്കാരിൽ നിന്ന് ഏറ്റവും മേൽത്തട്ടിൽ വരുന്ന ആളുകൾ മുഴുവനും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല വിദ്യാഭ്യാസ രംഗത്ത് തുറന്നു കിടക്കുന്നുണ്ട്. അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഭിന്നതകളില്ലാതെ ഇവരെല്ലാവരും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരാണ്, അവർക്ക് അത്തരത്തിൽ തൊഴിലുകൾ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മളൊക്കെ. അവിടെയാണ് ആ ജനാധിപത്യപരമായ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ മതനിരപേക്ഷ പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് പുതിയ സങ്കല്പങ്ങൾ ഉയർന്നു വരാനുള്ള സ്വാതന്ത്ര്യം, അത് കൊണ്ടുവരാനുള്ള ഓട്ടോണമി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഓട്ടോണമി ഞാൻ പറയുന്നത് നമ്മളാരും തന്നെ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിന് അധികാരങ്ങളില്ലാതെ മറ്റും പറയുന്നില്ല. സ്റ്റേറ്റ് ഈ പറയുന്ന വിദ്യാഭ്യാസം ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടൊരു സംഗതിയാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ദി സെൻട്രൽ ഗവൺമെന്റ്. അല്ലെ, ജോയിന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ദി സെൻട്രൽ ഗവൺമെന്റ്സ് ആണെങ്കിൽ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റേറ്റിൻ്റെതായിട്ട് പറയാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെ. അത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ കാര്യത്തിലായാലും, അത് അധ്യാപകരുടെ നിയമനത്തിന്റെ കാര്യത്തിലായാലും, കരിക്കുലത്തിന്റെ സിലബസിന്റെ കാര്യത്തിലായാലും, വൈസ് ചാൻസലർമാരുടെ നിയമനത്തിന്റെ കാര്യത്തിലായാലും, എങ്ങനെ ഈ കോളേജുകൾ സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകണം എന്നുള്ളതിന്റെ കാര്യത്തിലായാലും തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ പറയുന്നത് കേൾക്കാൻ, അവർ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാകുന്ന പോലെ തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാൻ അവരും ബാധ്യസ്ഥരാണ്. അതാണ് കൺകറന്റ് ലിസ്റ്റിന്റെ. തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ, നിയമപരമായിട്ടുള്ള ടാങ്കിൾസിലേക്ക് നീങ്ങുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, അവിടെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടാണ് എപ്പോഴും പിന്തുടരുക. ശരിയാണ്, ആരും പറയും നിയമപരമായ ടാങ്കുകളുടെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. എല്ലാ കാര്യങ്ങളും നിയമത്തിന്റെ കോടതിയിൽ പോയിട്ടല്ലോ തീരുമാനിക്കുന്നത്. അതിന്റെ പുറത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതല്ലേ വിദ്യാഭ്യാസം എന്ന് പറയും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ മറ്റേ വൈസ് ചാൻസലർമാരുടെ നിയമനം അവസാനം കോടതിയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതിനുള്ള ജനാധിപത്യപരമായ സംവിധാനങ്ങളിൽ, ആ സംവിധാനങ്ങളിലല്ലേ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനുണ്ട് എന്ന് വാദിച്ചു പോലെയാണ് ഇതുവരെ ചെയ്യുന്നത്. അതുപോലെ തന്നെ SSAയുടെ കാര്യത്തിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ പോലും പദ്ധതികൾ നടപ്പിലാക്കുന്നവർക്ക് നടപ്പിലാക്കാം. പക്ഷേ നടപ്പിലാക്കുന്നതിന് ഇംപ്ലിമെന്റേഷന്റെ സ്വഭാവം വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് കണക്കിലെടുക്കണമല്ലോ. റൂസ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിട്ടുണ്ട്. ഇതേ പ്രോബ്ലമുള്ള മറ്റൊരു സംഗതിയാണ് ആ റൂസ, രാഷ്ട്രീയ ഉന്നത ശിക്ഷ അഭിയാൻ. അങ്ങനെയുള്ള സാധനമുണ്ട്. അത് ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെയും നമ്മൾ പറയുന്നത് കേൾക്കട്ടെ.
ഇവിടുത്തെ അപ്പോ നമ്മളിവിടെ ഈ പറയുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങളിപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളെ എറാൻമൂളികളായിട്ട് പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ കേരള ഗവൺമെന്റിന് ചെയ്യാനുള്ളതെങ്കിൽ പിന്നെ ഈ പറയുന്ന അവിടെയാണ് ഈ അമിതാധികാരത്തിന്റെ അമിത കേന്ദ്രീകരണത്തിന്റെ ഇല്ലേ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവതരിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് ഇവിടെ അധ്യക്ഷൻ മറ്റേ സ്വാഗത പ്രസംഗനോട് സൂചിപ്പിച്ച പോലെ തന്നെ അത് നമ്മളുടെ ഇതുവരെ വളർന്നു വന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്നതിലേക്ക് എത്തിക്കും. ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കും. നമ്മൾ കാണാതിരുന്നൂടാ. തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ കാണാതിരുന്നൂടാ. അത് തകർക്കുക എന്നുള്ളതിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു സർവകലാശാലയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയണ്ട ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹരിക്കാനുള്ള സർവകലാശാലകളുടെ സമിതികളുണ്ട്. ആ സമിതികൾ വെച്ചിട്ടാണ് പരിഹരിക്കേണ്ടത്. ഈ സമിതികൾ തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ നമ്മൾ ഒരു ശത്രുതാപരമായിട്ട് സമീപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ സിൻഡിക്കേറ്റിനെ പോലെയുള്ള സെനറ്റിനെ പോലെയുള്ള സമിതികളെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക ഇൻചാർജ് മാത്രമായിട്ടുള്ള വൈസ് ചാൻസലർ, ഞാനിവിടെ പറയുന്ന കേരള സർവകലാശാലയെ വെറും ഇൻചാർജ് മാത്രമായിട്ടുള്ള വൈസ് ചാൻസലർ, അയാള് യഥാർത്ഥത്തിലുള്ള വൈസ് ചാൻസലർ പോലുമില്ല. സംബഡി മെയ്ഡ് ഇൻ ഇൻചാർജ്, വെറും ഇൻചാർജ് മാത്രമായിട്ടുള്ള വൈസ് ചാൻസലർ അയാൾ യഥാർത്ഥത്തിൽ ഇതിന് മുഴുവൻ വെല്ലുവിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിന് മുഴുവൻ അവിടെ തകർന്നു വീഴുന്നിരിക്കുന്നു നമ്മുടെ ജനാധിപത്യ സംവിധാനമാണ് അവിടെ തകർന്നു വീഴുന്നത്. ഇതേ തരത്തിൽ നമ്മളിവിടെ കാണുന്ന ഓരോ സമയത്ത് നമ്മളിവിടെ കാണാത്ത പലതുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിടക്കുന്നില്ല. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ പല സ്ഥലങ്ങളിൽ സർവകലാശാലകളിൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എക്സ്പെർട്ട് കമ്മിറ്റികൾ നിയമിക്കുമ്പോൾ എക്സ്പെർട്ടുകളാണ് ഈ നിയമനങ്ങൾ നടത്തുന്ന ആളുകൾ. വൈസ് ചാൻസലർക്ക് അവിടെയുണ്ടാവും. ഇവിടെ എക്സ്പെർട്ടുകളുടെ റെക്കമെൻഡേഷൻ ആണ് അവസാന നിയമനങ്ങൾ നടത്തുന്നത്. മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഈ പുതിയ നമ്മളുടെ എന്താ പറയണ്ടേ ഈ അർലേക്കറിന്റെ ലിസ്റ്റ് ഓഫ് റിസർച്ച് കമ്മിറ്റിയിലേക്ക് ലിസ്റ്റ് കൊടുത്ത സമയത്ത് അതിൻ്റെ അകത്ത് കൊടുത്ത ലിസ്റ്റിൽ ഒരൊറ്റ സൗത്ത് ഇന്ത്യൻ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരൊറ്റ ആള് പോലും ഒരൊറ്റ ആള് പോലും ഒരു സൗത്ത് ഇന്ത്യൻ പോലും ഇല്ല. ഒരു മലയാളി വേണ്ട നമ്മൾ പറയുന്നത് ഒരു ദക്ഷിണേന്ത്യക്കാരൻ പോലും ഇല്ല. എല്ലാവരും വരുന്നത് വളരെ വളരെ നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കുറെ ശർമ്മമാരും വർമ്മമാരും ഇങ്ങനെയുള്ള കുറെ ടീമുകളാണ് വരുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ സർവകലാശാലകളിലെ എക്സ്പെർട്ട് കമ്മിറ്റികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പെർട്ട് കമ്മിറ്റികൾ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ തന്നെ എക്സ്പെർട്ട് കമ്മിറ്റികൾ നിയമിക്കുന്നതിന് ഗതി ചെയ്യുന്നതിന് മുമ്പ് വൈസ് ചാൻസലറിന്റെ പെർമിഷൻ വേണ്ടിവരും. ഇതുവേണ്ടി അയാൾ വെട്ടി വേറെ 2 പേര് നിങ്ങൾക്ക് ഇവിടുന്ന് 4 ആളുടെ പേരായിരിക്കും, അയാൾ 2 ആളുടെ പേര് വെട്ടി വേറെ 2 ആളുടെ പേരിടും. ഈ 2 ആള് വരുന്നത് എവിടെന്നെങ്കിലും ഒക്കെ ആയിരിക്കും. എന്നിട്ട് പലപ്പോഴും ആളെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ആളെ ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പതുക്കെ ആയിട്ട് ഞാൻ അടുത്ത കാലത്ത് കണ്ട പല സർവകലാശാലകളിലുള്ള അപ്പോയിന്റ്മെന്റ്സിൽ ഈ പറയുന്ന പ്രശ്നം ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഇങ്ങനെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ കാണേണ്ടത് സൂത്രത്തിൽ ഇപ്പോൾ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന പ്രധാനമായിട്ട് സെനറ്റിലേക്ക് ചില ആളുകളെ മറ്റേ BJP-ക്കാരെ കൊണ്ടുവന്നു, RSSകാരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യണം, തീർച്ചയായിട്ടും ആവശ്യമാണ്. നമ്മളുടെ സാധാരണ അധ്യാപക നിയമനങ്ങളിൽ ഇതേ തരത്തിൽ ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാം. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ആ നിയമനങ്ങൾ ഇതേ തരത്തിൽ ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ ഫ്രം എനിവേർ ആളുകളെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ കയറി വന്ന് അവരെ കൊണ്ട് ആ കൂടി ചെയ്യണമെന്ന് അപ്ലൈ ചെയ്ത് കിട്ടുക എന്ന് മാത്രം. അവരോട് വരാൻ തയ്യാറുണ്ടോ അപ്ലൈ ചെയ്ത് കിട്ടുമെന്ന് അത്ര ആവശ്യമുള്ളൂ. അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഇത് JNU പോലെയുള്ള വലിയ സർവകലാശാലകൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞ കാര്യമാണ്. മിക്കവാറും അത്തരത്തിൽ അപ്പോയിന്റ്മെന്റ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള ആളുകൾ പുതിയ ജനറേഷൻപ്പെട്ട മുഴുവനും ആളുകൾ ഏതാണ്ട് ഈ ടൈപ്പാണ്. അത് തന്നെ മറ്റു സർവകലാശാലകളിലും വന്നു കഴിഞ്ഞു.
ഇത് ഏറെ താമസിയാതെ ഈ 11 എത്ര പേരോ 12 പേരോ നിൽക്കുന്ന സമയത്ത് ഏറെ താമസിയാതെ കേരളത്തിലെ സർവകലാശാലകളും കടന്നു വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് തീരുമാനിക്കുക എന്ത് സിലബസ്, എന്ത് കരിക്കുലം അവിടെ പഠിപ്പിക്കണം എന്നുള്ളത്, ആര് പഠിപ്പിക്കണം എന്നുള്ള അവരെ തീരുമാനിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ജനാധിപത്യ സംസ്കാരം, നമ്മൾ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന ശാസ്ത്രീയവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് RSS സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായി തകർക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ തകർക്കപ്പെടുന്ന സംവിധാനം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മറ്റേ പാഠപുസ്തകങ്ങളിൽ വരുന്ന മാറ്റം, ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളിൽ വരുന്ന മാറ്റം, ഇതെല്ലാം കൂടി ചേരുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വളരെ ഉദാത്തമാണെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ശക്തമായിട്ടുള്ള ഒരു മാതൃക മുന്നോട്ട് വെച്ചൊരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള ശക്തമായ മാതൃക മുന്നോട്ട് വെച്ച സംസ്ഥാനത്തിന്റെ അതിന്റെ ജനാധിപത്യ പാരമ്പര്യം, ഇതുവരെ നിലനിർത്തിക്കൊണ്ടുവന്നിട്ടുള്ള മതനിരപേക്ഷ സ്വഭാവം, അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും നമ്മൾ നടത്തിയ പ്രോത്സാഹനം, യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇങ്ങനെ വിദ്യാഭ്യാസ സമിതി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് നടത്തിയ പ്രോത്സാഹനം കൊണ്ടാണ് അവരുടെ നിലപാടുകൾ സ്വീകരിച്ച് ഇവിടെ ഇരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഒരു വ്യവസ്ഥയായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു നമുക്കൊക്കെ സംഭവിക്കാൻ നമുക്ക് തന്നെ അറിയാം. ഞാനിത് പറഞ്ഞു തരുമ്പോൾ ക്ഷമിക്കണം, ഞാൻ പറയുന്നത് എന്താണ് ഇവിടെ ഞാൻ പറയുന്നൊരു സ്വാഭാവികത എന്ന് പറയുന്നത്, നിങ്ങൾ ചാതുവർണ്ണം എന്ന് പറയുന്ന ഒരു സ്വാഭാവികതയായിട്ട് മാറുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു വേദികളൊക്കെ പ്രത്യക്ഷപ്പെടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്, നമ്മളിതിന്റെ ഗുണഭോക്താക്കളാണ്. ഇതിന്റെ ഒരു വലിയൊരു ഈ മുന്നേറ്റത്തിന്റെ ഗുണഭോക്താക്കളായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട, നിലനിർത്തേണ്ടെന്ന ഈ ജനാധിപത്യ സംവിധാനത്തെ, ശാസ്ത്രീയ വിദ്യാഭ്യാസത്തെ മുളയിലേ നുള്ളിക്കളയുന്ന ഏർപ്പാടുകളെ തകർക്കാനുള്ള ഏർപ്പാടുകൾ മുഴുവൻ വെല്ലുവിളിക്കുന്ന പ്രതിരോധ ശക്തിയെ വളരുന്നു. അങ്ങനെയുള്ള പ്രതിരോധം ഇന്ന് ആവശ്യമായി മാറിയിരിക്കും. ആ പ്രതിരോധം എന്ന് പറയുന്നത് മറ്റുള്ള നമ്മളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം, ഞാനതില്ല എന്ന് പറയുന്നില്ല. ആ പ്രോബ്ലംസ് നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്നു. ഇതൊന്നും പുറത്തു പോയിട്ട് ഇവരുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ കാര്യത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ പരിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാവണം. ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാവണം. അതിനു വേണ്ടിയുള്ള പോരാട്ടം വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് ഓട്ടോണമി എന്ന് പറയുന്നത്, അക്കാദമിക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ഇന്ന് നടക്കുന്ന അമിതാധികാര കേന്ദ്രീകരണ വർഗീയവൽക്കരണ പ്രവണതകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മൾ കാണും. അപ്പോൾ അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു അടിസ്ഥാന ലക്ഷ്യമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കും. വളരെ നന്ദി.